ഞാൻ പല ടൈപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള 2 പ്രോഡക്ട്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ ഡൗട്ടാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയിൻ ലൂബ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ ലൂബ് ചെയ്യണം എന്നുള്ള കാര്യം. ഞാൻ ആദ്യം ഒരു ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ലൂബ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഷോറൂം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്തു പോയി. പക്ഷേ ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻ്റർവെല്ലൊന്നുമില്ല. നമ്മുടെ ചെയിൻ എപ്പോഴൊക്കെ ഡ്രൈ ആവും അപ്പോഴൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് മഴ സമയത്ത് നമ്മൾ ഓടിക്കുമ്പോഴാണ് ചെയിൻ പെട്ടെന്ന് ലൂബൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതൽ ഈ ഒരു മഴ സമയത്താണ്. ആ സമയത്തൊന്നും നമ്മൾ കിലോമീറ്റർ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ചെയിൻ ലൂബ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക. ഓവറായിട്ട് ലൂബ് ചെയ്യരുത്. ഓവറായിട്ട് ലൂബ് ചെയ്താലും ചെയിനിന് ഇഷ്യൂ വരും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം നമ്മൾ ലൂബ് ചെയ്ത് കൊടുത്താൽ മതി. മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ചെയിൻ മാത്രമല്ല വണ്ടിയുടെ പല ഭാഗത്തും റസ്റ്റ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മഴയത്ത് നല്ലൊരു റൈഡ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് തന്നെ വീട്ടിൽ നമ്മുടെ ഉള്ള വെള്ളം വെച്ച് ഏറ്റവും നല്ല കിണറിലെ വെള്ളമാണ് ജസ്റ്റ് ഒന്ന് കഴുകി അകത്തേക്ക് നമ്മൾ ഷെഡിൽ വെക്കുക. പിന്നെ വേറെ വലിയ പ്രശ്നം വരില്ല. പിന്നെ പിറ്റേ ദിവസം നോക്കുക ചെയിൻ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂബ് അനുസരിച്ചിരിക്കും. പെട്ടെന്ന് ചെയിൻ അങ്ങ് ഡ്രൈ ആയ ഒരു ഫീൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റസ്റ്റിൻ്റെ ഇഷ്യൂ ഒന്നും വരില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മഴയത്ത് നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയിനിലൊക്കെ പെട്ടെന്ന് റസ്റ്റ് കയറുന്ന കാണാൻ പറ്റും. സോ ഇത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയിനിൻ്റെ ലൈഫ് നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലി ഈ യമഹയുടെ സ്റ്റോക്ക് ചെയിൻ ഇതിൻ്റെ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ചെയിൻ ഏകദേശം 16,000 സംതിങ് കിലോമീറ്റർ ഞാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാറിയത് അത് കംപ്ലീറ്റ് വെയർ ഔട്ട് ആയതുകൊണ്ടല്ല ഞാൻ മാറിയത്. ഫോളോ ചെയ്യുന്നവർക്കറിയാം കംപ്ലീറ്റ് ഒന്ന് സർവീസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സർവീസ് ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടെ ആ ചെയിൻ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് മാറിക്കളഞ്ഞാണ്. ചെയിൻ ഒരുപാട് വെയർ ഔട്ട് ആവുന്നതിനനുസരിച്ച് ആ ഒരു പവർ ട്രാൻസ്ഫർമേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. ആ ഒരു പവറിൽ ഡിഫറൻസ് വരും. പിന്നെ ഓടിക്കാനുള്ള ഒരു സുഖവും മാറും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാനാണ് ആ ഒരു ടൈമിൽ എനിക്ക് റോളോൻ്റെ ചെയിൻ എല്ലാവരും യൂസ് ചെയ്യുന്നവർ വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ റോളോൻ്റെ ചെയിൻ സ്പോക്കറ്റ് വാങ്ങിച്ചു കിട്ടത്. അങ്ങനെ ചെയിൻ സ്പോക്കറ്റ് വെൽ മെയിൻറ്റൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ആ ഒരു സുഖം തന്നെ മാറും. എപ്പോഴും ചെയിൻ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ്റെ ലൈഫ് മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് നോക്കാം. സോ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ്